Hello dear students, welcome back to Ejuvala 2.0. അപ്പോൾ ഇന്നത്തെ വീഡിയോ +2 ഇക്കണോമിക്സ് എക്സാം ആണ് നാളെ അല്ലേ, നമ്മൾ +2 മോഡൽ എക്സാം ആണ് നാളെ. അപ്പോൾ എല്ലാ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസും കൊമേഴ്സ് സ്റ്റുഡൻസും എല്ലാവരും ഒരേപോലെ എക്കണോമിക്സ് പഠിക്കുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് വീഡിയോ ചെയ്തിട്ടില്ല. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു 20 ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻസ് അതേപോലെ ഒരു 10 പ്രോബ്ലംസിൻ്റെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മിസ് കൊടുക്കുന്നുണ്ട്, പ്രത്യേകം പോയി കാണാം കേട്ടോ. എല്ലാം വേഗം മനസ്സിലാവാൻ സാധിക്കുന്ന മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻസ് ആണ്. മൈക്രോയിൽ നിന്നും മാക്രോയിൽ നിന്നും നമുക്ക് ചോദിക്കാവുന്ന ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ നിങ്ങൾ ഏതെങ്കിലും പാഠം പഠിക്കാൻ വിട്ടിട്ടുണ്ട് എങ്കിൽ ആ പാഠത്തിൽ മെയിനായിട്ട് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യമായി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മൈക്രോ ഇക്കണോമിക്സിലെ ചാപ്റ്റർ വൈസ് ആണ്. ഓരോ ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എത്ര മാർക്കിന് വരികയെന്ന് മിസ് പറഞ്ഞുതരാം കേട്ടോ. ആദ്യമായിട്ട് ചാപ്റ്റർ 1 മൈക്രോ എക്കണോമിക്സ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററാണ്. അവിടെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. PPC കർവ് നമ്മളോട് തരും, അതായത് ഒന്നെങ്കിൽ നമുക്കിത് ഇങ്ങനെ തരും, PPC കർവ് തരും, ഇവിടെ ഒരു പോയിൻ്റ്, ഇതിൻ്റെ മേലൊരു പോയിൻ്റ്, ഇതിൻ്റെ പുറത്തൊരു പോയിൻ്റ്, എന്താണ് സൈൻ ചെയ്യുന്നത്, അങ്ങനെ നമ്മൾ എക്സ്പ്ലനേഷനായിട്ട് പഠിക്കണം. അതൊരു 2-3 മാർക്സിന് തന്നെയാണ്. ദെൻ മാർക്കറ്റ് ഇക്കോണമി പ്ലാൻഡ് ഇക്കോണമി തമ്മിൽ ഡിഫറൻസ് ഒരു 4 മാർക്കിന് വരും, അപ്പോൾ നമ്മൾ പഠിക്കുക. ദെൻ സെക്കൻഡ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ടത് ബഡ്ജറ്റ് ലൈന്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഹൊറിസോണൽ ഇൻ്റർസെപ്റ്റ്, സ്ലോപ്പ്, അതിൻ്റെ ഷിഫ്റ്റ്, ഇതെല്ലാം കൂടി പ്രോബ്ലത്തിൻ്റെ വീഡിയോയിൽ മിസ് ഇട്ടിട്ടുണ്ട് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോ സിറ്റുവേഷനിലും എങ്ങനെയാണ് അതിൻ്റെ ചേഞ്ച് വരിക നിങ്ങൾ നോക്കുക. ദെൻ ഇൻഡിഫറൻസ് കർവും പ്രോപ്പർട്ടീസും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണ്, അതിൻ്റെ ഒപ്റ്റിമം ചോയ്സ്, നമുക്ക് അങ്ങനെ ഡയറക്റ്റ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണെന്ന് ചോദിക്കില്ല, ഒപ്റ്റിമം ചോയ്സ് ഓഫ് കസ്റ്റമർ എന്നാണ് ചോദിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം ആണ്. 8 മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ. ദെൻ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പ്രോബ്ലം നമുക്ക് 3 മാർക്കിന് ചോദിക്കാവുന്നതാണ്. അവിടെ തന്നെ 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്. അതായത് നിങ്ങൾ ആ കർവുകൾ ഇതേപോലെയുള്ള കർവുകളും നിങ്ങൾക്ക് അറിയണം, അതേപോലെ ഫ്ലാറ്റ് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ അറിയണം. അതിൻ്റെ ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആണോ. നമ്മളിതിന് ശേഷം ഒരു കർവിൻ്റെ മാത്രം വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ കംപ്ലീറ്റ് പറഞ്ഞുതരാം. ഒരു കർവ് വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ എല്ലാ കർവും ഉണ്ടായിരിക്കും. ദെൻ ലീനിയർ കർവ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതായത് നമുക്ക് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഈ പോയിന്റുകളിലൊക്കെ എത്രയായിരിക്കും അതാണ് അതിൽ പഠിക്കേണ്ടത് കേട്ടോ. ദെൻ ചാപ്റ്റർ 3ലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്ററാണ് 2ഉം 3ഉം കേട്ടോ. ഐസോകോണ്ട്, TP, AP, MP ഇതൊക്കെ 3 മാർക്കിലാണ്. ടോട്ടൽ പ്രൊഡക്റ്റ് തന്നിട്ട് AP കാണാം, MP കാണാം. ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യമാണ്, വിത്ത് കർവ് പഠിക്കുക. റിട്ടേൺ ടു സ്കെയിൽ 4 മാർക്കിൻ്റെ ആണ്, അതായത് കോൺസ്റ്റൻറ്റ്, ഡിക്രീസിങ്, ഇൻക്രീസിങ്. ദെൻ കോസ്റ്റ് പ്രോബ്ലം, അതെന്താണ്, AC കാണാൻ, MC കാണാൻ, TFC, TVC, SAC, SMC, ദെൻ TC, TVC അതൊക്കെ TFC എല്ലാം നമ്മൾ കാണട്ടെ. ABC, AFC ഒക്കെ കണ്ടുപിടിക്കാനുള്ള കോസ്റ്റ് പ്രോബ്ലം. ദെൻ എല്ലാത്തിൻ്റെയും കർവുകൾ ഓരോന്നും എന്ത് ടൈപ്പ് ഓഫ് കർവുകളാണ് എന്നുള്ളത് പഠിക്കുക. ദെൻ ചാപ്റ്റർ 4ലേക്ക് വരുമ്പോൾ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ 4 മാർക്കിൻ്റെ ചോദ്യമാണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻ, അതിൻ്റെ കർവ് 8 മാർക്കിൻ്റെയാണ്. ഷട്ട് ഡൗൺ പോയിൻ്റ്, സപ്ലൈ കർവ് നമുക്ക് ഡിമാൻഡിൽ പഠിച്ച പോലെ തന്നെ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഉണ്ട്, 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ ഉണ്ട്, അങ്ങനെ ഷിഫ്റ്റ് ഉണ്ട്. ഡിമാൻഡ് പഠിച്ചവർക്ക് സപ്ലൈ പഠിക്കാൻ നല്ല സുഖമായിരിക്കും. ദെൻ ചാപ്റ്റർ 5ലേക്ക് കടക്കുമ്പോൾ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണ്, ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇതൊക്കെ എന്താണ് ഒരൊറ്റ സെൻറ്റൻസ്, ഒരേ ഒരു സെൻറ്റൻസ് പഠിക്കാം. ദെൻ അതിൻ്റെ കർവ് വരയ്ക്കുക, അതായത് ഈ ഒരു കർവ് രണ്ടും ഈക്വൽ ആവുന്ന പോയിൻ്റാണ് കേട്ടോ, ആ ഒരു കർവ് പഠിക്കാം. അതിൻ്റെ കർവിൽ എക്സസ് ഡിമാൻഡും എക്സസ് സപ്ലൈ എന്താണെന്നും കൂടി നമ്മൾ പഠിക്കണം കേട്ടോ. ദെൻ പ്രൈസ് സീലിംഗ് ആൻഡ് പ്രൈസ് ഫ്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിന് ഡിഫറൻസ് ചോദിക്കാറുണ്ട്, 2ൻ്റെ കർവ് ചോദിക്കാറുണ്ട്, തെറ്റ് തരാറുണ്ട്, ഓരോന്നും എന്താണെന്ന് സെപ്പറേറ്റും ചോദിക്കാറുണ്ട്, പഠിക്കണം. ഇത്രയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ നിന്ന് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ വൈസുള്ള ടോപ്പിക്സ്. ഇനി നമുക്ക് മാക്രോ എക്കണോമിക്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മാക്രോ എക്കണോമിക്സിൽ ഏതൊക്കെ ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ചാപ്റ്റർ 1ൽ നിന്ന് എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ്, എങ്ങനെയാണ് മാക്രോ എക്കണോമിക്സ് എന്നുള്ള സെപ്പറേറ്റ് ബ്രാഞ്ച് ഉണ്ടായത്, അതൊരു കഥ പോലെ നിങ്ങൾ പഠിക്കണം. JM കീനസിൻ്റെ ബുക്കിൽ നിന്നുള്ള അയാൾ എഴുതിയ ബുക്കും ആ വർഷമൊക്കെ പഠിക്കണം. ആദ്യം ക്ലാസിക്കൽ തിങ്കേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേണം അതിൽ എഴുതാനായിട്ട്. അത് ശരിക്കും നമുക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് മാക്രോ എന്താ
എന്താണ്, കംപ്ലീറ്റ് മാക്രോ എക്കണോമിക്സിനെ കുറിച്ചിട്ട് വേണം അവിടെ പഠിക്കാനായിട്ട്. ദെൻ മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കാം. അത് ഒന്നുകിൽ അങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് നമ്മളോട് പറയും മൈക്രോയും മാക്രോയും എടുത്ത് എഴുതാൻ. അപ്പോൾ മൈക്രോ എന്ന് പറയുമ്പോൾ ഓരോ സിമ്പിൾ യൂണിറ്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. മാക്രോ എന്ന് പറയുമ്പോൾ ഒരു അഗ്രിഗേറ്റ് ആയത്, അതായത് ഇന്ത്യ കംപ്ലീറ്റ്, നാഷണൽ, ഓൾ ലെവൽ, ടോട്ടൽ പ്രോഡക്റ്റ്, ടോട്ടൽ ഇൻകം, ടോട്ടൽ കൺസ്യൂമർ, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മൾ അവിടെ നിന്ന് പഠിക്കേണ്ടത്. ദെൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ഇക്കോണമി. സെക്ടേഴ്സ് ഓഫ് ഇക്കോണമി എന്ന് പറയുമ്പോൾ ഹൗസ് ഹോൾഡ്, ഫേം, അതുപോലെ തന്നെ ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ, അങ്ങനെ 4 സെക്ടേഴ്സ് ഉണ്ട്, അതും പഠിക്കണം കേട്ടോ. ദെൻ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. സ്റ്റോക്കും ഫ്ലോയും എന്താണ്? സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. ഒരു സ്റ്റാറ്റിക് കൺസെപ്റ്റ് ആണ്. ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താ? പീരീഡ് ഓഫ് ടൈം ആണ് അവിടെ വേണ്ടത്, അതായത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൺസെപ്റ്റ് ആണ്. അതിനും കുറച്ച് എക്സാമ്പിൾസ് പഠിക്കാം. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്താണെന്ന് പഠിക്കാം. 5 മാർക്കിന് ഡയഗ്രാം പഠിക്കണം. ഡയഗ്രാം പഠിച്ചാൽ മാത്രം പോരാ, അതിൽ 2 ടൈപ്പ് ഓഫ് മാർക്കറ്റ് ഉണ്ട്, 2 ടൈപ്പ് ഓഫ് മണി ഫ്ലോ, റിയൽ ഫ്ലോ, 2 തരം ഫ്ലോകളുണ്ട്. ഓരോ ഫ്ലോകളും എന്താണെന്ന് അവിടെ നമ്മൾ എഴുതി വെക്കാൻ അറിയണം. ഓക്കെ, അപ്പോൾ ഫേമും ഹൗസ് ഹോൾഡും തമ്മിലുള്ള ആ ഒരു കണക്ഷനാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. അപ്പോൾ അത് കംപ്ലീറ്റ് നല്ല രീതിയിൽ പഠിക്കണം. 5 മാർക്ക് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മളതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. 2 തരം മാർക്കറ്റ് ഏതാ, 2 തരം ഫ്ലോകൾ ഏതാ, അതെല്ലാം. ദെൻ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രൊഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്, 3 അറിയണേ. GDP ഡിഫ്ലേറ്റർ നമുക്ക് പ്രോബ്ലം ആയിട്ടാണ് വരാറ്. 2 മാർക്കിൻ്റെ പ്രോബ്ലം ആണ്. നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100, അതാണ് നമ്മുടെ ഇക്വേഷൻ. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കിട്ടണം. ദെൻ GDPനെ നമുക്ക് വെൽഫെയറിൻ്റെ ഇൻഡിക്കേറ്റർ ആയിട്ട് കാണാൻ സാധിക്കുമോ, അതായിരുന്നു ചോദ്യം. അതിൻ്റെ 4 ടൈപ്പ് ഓഫ് ഒബ്ജെക്ഷൻസ് ഉണ്ട്. അതായത് GDPയിൽ മണി വാല്യൂ മാത്രമേ കൊടുക്കുന്നുള്ളൂ, നമ്മൾ ഹൗസ് വൈഫിൻ്റെ സർവീസസ് ഒന്നും റെൻഡർ ചെയ്യേണ്ടതൊന്നും കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു 4 ഒബ്ജെക്ഷൻസ് പഠിക്കാം. ചാപ്റ്റർ 3ലേക്ക് കിടക്കുമ്പോൾ ഫങ്ഷൻസ് ഓഫ് മണി ആൻഡ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, 2-4 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും. ദെൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി നല്ല പോലെ പഠിക്കാം. സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് മാത്രമല്ല, അവിടെ ട്രാൻസാക്ഷണൽ ഡിമാൻഡും കൂടി ഉണ്ട്. പക്ഷേ സ്പെക്കുലേറ്റീവ് നന്നായി പഠിക്കാൻ പറയുന്നത് നമുക്കവിടെ ലിക്വിഡിറ്റി ട്രാപ്പ് ചോദിക്കാം. ലിക്വിഡിറ്റി ട്രാപ്പിൻ്റെ ഒരു ഡയഗ്രം ഒക്കെ തന്നിട്ട് എന്താണ് ചോദിക്കാം, അല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിക്കാം. പിന്നെ സ്പെക്കുലേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്, കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ ചോദിക്കാം. ദെൻ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് 8 മാർക്കിനെ റയറായിട്ടാണ് ചോദിക്കാറ്, പക്ഷെ ചോദിച്ചാൽ ഭാഗ്യമാണ്. പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട്, സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്, അങ്ങനെ അത് പഠിക്കാം. ദെൻ മണി സപ്ലൈ M1, M2, M3, M4 മണി സപ്ലൈകൾ പഠിക്കണം. ഒപ്പം പോളിസി ഇൻസ്ട്രുമെൻ്റ് ഓർ ടൂൾസ് ഓഫ് RBI ഫോർ മെഷറിങ് മണി സപ്ലൈ, അതായത് മണി സപ്ലൈ മെഷർ ചെയ്യാനുള്ള 2 തരം ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഉണ്ട്. ക്വാളിറ്റിയിൽ മോറൽ സുവേഷനും സ്റ്റെറിലൈസേഷനും ഒക്കെയാണ് വരുന്നത്. ക്വാണ്ടിറ്റേറ്റീവിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓപ്പൺ മാർക്കറ്റ് കണ്ടീഷൻ, വാരിയിങ് റിസർവ് റേഷ്യോ, CRR, SLR, അതൊക്കെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ദെൻ ചാപ്റ്റർ 4ലേക്ക് കിടക്കുമ്പോൾ എക്സ് ആൻഡ് എക്സ്പോസ്റ്റ് വേരിയബിൾ എന്താണെന്ന് നോക്കാം. MPSഉം MPC എന്താണ്, ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഒന്നാണ് കിട്ടാനും. MPSന്റെ ഫുൾ ഫോം പഠിക്കുക, അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പഠിക്കുക. ഇക്വേഷൻസ് ചോദിച്ചിട്ടില്ല, 2 മാർക്സ് ക്വസ്റ്റ്യൻ വരും. ദെൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഇക്വിലിബ്രിയം ഇൻകത്തിൻ്റെയും കാൽക്കുലേഷൻ, ഇത് രണ്ടും കൂടി 4-5 മാർക്കിൻ്റെ പ്രോബ്ലം ആയിട്ടാണ് നമ്മളോട് ചോദിക്കാറ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓഫ് 2 സെക്ടർ ഇക്കോണമി, ദെൻ ഇക്വിലിബ്രിയം കാൽക്കുലേഷൻ. പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് എന്താണ്, 3 മാർക്കിന് പഠിക്കണം. ദെൻ 5ാമത്തെ പാഠത്തിൽ പഠിക്കുമ്പോൾ ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഫംഗ്ഷൻ ചോദിച്ചാലും ഗവൺമെന്റ് ഫംഗ്ഷൻസ് ചോദിച്ചാലും ഈ 3 ഉണ്ട്. അലോക്കേറ്റീവ്, ഡിസ്ട്രിബ്യൂട്ടീവ്, ആ ഫംഗ്ഷൻസ് ഒക്കെയാണ് പഠിക്കാനുള്ളത്. ദെൻ കമ്പോണൻസ് ഓഫ് ഗവൺമെന്റ് ബഡ്ജറ്റ്, ഇത് 8 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്യാപിറ്റൽ ഉണ്ട്, റവന്യൂ ഉണ്ട്, 2 ഉണ്ട്. റവന്യൂ റിസീപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. 2ലും റവന്യൂ റിസീപ്റ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റിസീപ്റ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഇതൊക്കെ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, എങ്കിലേ 8 മാർക്ക് കിട്ടുള്ളൂ. ദെൻ ടൈപ്സ് ഓഫ് ബഡ്ജറ്റിൽ ബാലൻസ്ഡ് ബഡ്ജറ്റ് ഉണ്ട്, അൺബാലൻസ്ഡ് ബഡ്ജറ്റ് ഉണ്ട്. ബാലൻസ്ഡ് ബഡ്ജറ്റിൽ എന്താ പറയുക, റവന്യൂ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ. അൺബാലൻസിൽ നമുക്ക് ഒന്നുകിൽ റവന്യൂ കൂടാം, എക്സ്പെൻഡിച്ചർ കുറയാം, അല്ലെങ്കിൽ റവന്യൂ കുറയാം, എക്സ്പെൻഡിച്ചർ കൂടാം. അതായത് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, അത് ഇതേപോലെ എഴുതി വെക്കാറിയണം. മൾട്ടിപ്ലയേഴ്സ് നമുക്ക് പ്രോബ്ലം ആയിട്ടാണ് ചോദിക്കാറ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്ലയേഴ്സ് ഉണ്ട്. അതിൽ ടാക്സ് മൾട്ടിപ്ലയർ, ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ, ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടിപ്ലയർ ഒക്കെ കാണാൻ പഠിക്കണം. ചെറിയ പ്രോബ്ലംസ് ആണ് അതൊക്കെ. ദെൻ ഫിസ്ക്കൽ പോളിസി എന്താണ്, ഇൻഫ്ലേഷൻ്റെയും ഡിഫ്ലേഷൻ്റെയും
സമയത്ത് ഫിസിക്കൽ പോളിസിയിൽ മെഷർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് എന്തൊക്കെ ടേംസുകളാണ് യൂസ് ചെയ്യുന്നത്, അത് രണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് ഫിസിക്കൽ പോളിസിയിൽ ഡിഫ്ലേഷൻ ആൻഡ് ഇൻഫ്ലേഷൻ സമയത്ത് കേട്ടോ. ദെൻ ചാപ്റ്റർ 6 BOT ആൻഡ് BOP എന്താണെന്ന് പഠിക്കണം. ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും 4 മാർക്കിൻ്റെ ഡിഫറൻസ് ആണ് നമ്മളോട് ചോദിക്കാറ്. 3 ലിങ്കേജസ്, പ്രോഡക്റ്റ് ലിങ്കേജ്, ഫിനാൻഷ്യൽ മറ്റേ ലേബർ മാർക്കറ്റ് ഫാക്ടർ ലിങ്കേജുകൾ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അസറ്റ് കൊടുക്കുന്ന ഫിനാൻഷ്യൽ ലിങ്കേജുകൾ, ആ 3 ലിങ്കേജുകൾ പഠിക്കണം. ദെൻ റിയൽ എക്സ്ചേഞ്ച് റേറ്റും അതുപോലെ തന്നെ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റും. പ്രോബ്ലം ആയിട്ട് നമ്മളൊരു പ്രോബ്ലം റിയൽ എക്സ്ചേഞ്ചിൻ്റെ നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ വീഡിയോയിൽ കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ദെൻ മെത്തേഡ്സ് ഓഫ് ഡിറ്റർമിനിങ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യാനുള്ള മെത്തേഡ്സ്, ഫ്ലെക്സിബിൾ, ഫിക്സഡ്, മാനേജർ, ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. 3 ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്, അത് പഠിക്കാം. അപ്പോൾ ഇത്രയാണ് മാക്രോയിൽ നിന്നും മൈക്രോയിൽ നിന്നും നിങ്ങൾ ചാപ്റ്റർ വൈസ് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ. എത്രയും വേഗം പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച്.